ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ അർജുൻ സാക്ഷി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ചത്താ പച്ച പടത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈബ് പടം. നല്ല വൃത്തിക്ക് അവരെടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ കഥയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ ബേസ് ചെയ്ത് വരുന്ന ഫസ്റ്റ് പടമാണിത്. എന്ന് വെച്ചാൽ ഡബ്ല്യൂയിൽ നമുക്ക് 90s കിഡ്സിനെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും പടം കാണുമ്പോൾ. അതായത് ഡബ്ല്യൂയിലെ ഫിനിഷിംഗ് മൂവ്സ്, അവർ കാണിക്കുന്ന പരിപാടികൾ എല്ലാം നല്ല വൃത്തിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം കുറേ ആൾക്കാരെ നമുക്ക് ആ സമയത്ത് നല്ല രീതിക്ക് ഓർമ്മ വരും, മിസ് ചെയ്യും. കാരണം ഞാനൊരു 90s കിഡാണ്. അപ്പോൾ ആ ടൈമിൽ സ്കൂൾ വിട്ട് വീട്ടിലെത്താൻ വെയിറ്റ് ചെയ്തിരുന്നൊരു സമയമുണ്ട് ഡബ്ല്യു കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ വൈബുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് കണക്റ്റാവും. അപ്പോൾ ഫസ്റ്റ് ഹാഫ് പടം തുടങ്ങിക്കഴിഞ്ഞ് സ്റ്റോറിയിലേക്ക് എത്താൻ കുറച്ച് ലാഗുണ്ട്. സ്റ്റോറിയിലേക്ക് പടം അങ്ങോട്ട് കയറി കഴിയുമ്പോൾ പിന്നെ വേറെ വൈബാണ്, ഒരേ പൊളിയാണ് പടം തീരുന്നത് വരെ. അപ്പോൾ പടത്തിൻ്റെ ടെക്നീഷ്യൻ ലെവലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അദ്വൈത് നായരാണ് സ്റ്റോറി ആൻഡ് ഡയറക്ഷൻ. അതായത് നമ്മുടെ മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ അനന്തരവനായിട്ട് വരുവാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക്കാണ് എടുത്തു പറയേണ്ട മറ്റൊരു വിഭാജ്യ ഘടകം. അത് ചെയ്തിരിക്കുന്നത് ശങ്കർ എഹ്സാൻ ലോയിയാണ്. എന്ന് വെച്ചാൽ ബോളിവുഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ട്രിയോയാണ് അവർ മ്യൂസിക് ഡയറക്ടേഴ്സിൽ. അവരുടെ വർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഡോൺ, ഷാറുഖ് ഖാൻ്റെ പടം, അതേപോലെ കമൽഹാസൻ്റെ വിശ്വരൂപം, പിന്നെ ദിൽ ചാഹതാ ഹൈ, കബി അൽവിദാ, കഹന, അങ്ങനെ കുറേ പറഞ്ഞു പോകാം. അതുകൊണ്ട് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ അവർ കോംപ്രമൈസ് ആയിട്ടില്ല, ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ BGM ആണ് എടുത്തു പറയേണ്ടത്. മജീദാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, റീസെൻ്റ്ലി പുള്ളി ഏറ്റവും ഫെമിലിയർ ആയിട്ട് ഇപ്പോൾ നമ്മൾ കേട്ടു തുടങ്ങിയത് കിഷ്കിന്ധാകാന്ഡം, എക്കോ, കളങ്കാവൽ, ഇതൊക്കെ പുള്ളിയുടെ വർക്കുകളാണ്. പിന്നെ ഓഫ് കോഴ്സ് രേഖാചിത്രം. അപ്പോൾ BGMൻ്റെ ഇതിലും അവർ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. പിന്നെ അതിനേക്കാൾ എടുത്ത് പറയുന്നൊരു കാര്യമാണ് ഫൈറ്റ് കോറിയോഗ്രഫി. കാരണം ഡബ്ല്യു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫൈറ്റാണ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് ബേസ് ചെയ്ത് വരുന്ന പടമായതുകൊണ്ട് ഫൈറ്റ് മോശമായ പടത്തിൻ്റെ ലെവലും താഴത്തേക്ക് പോകും. പക്ഷേ ഫൈറ്റ് ചെയ്തിരിക്കുന്നത് കലൈ കിങ്സ് ആൻഡ് മാസ്റ്ററാണ്. കാരണം നമ്മൾ ഈ പേര് ഏറ്റവും കൂടുതൽ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നത് മാർക്കോ പടം ഇറങ്ങിയതിന് ശേഷം. ആ ഒരു ഒറ്റപ്പടം മതി പുള്ളിയുടെ ലെവൽ മനസ്സിലാക്കാൻ. മാർക്കോ, പിന്നെ റീസെൻ്റ്ലി ബബ്ബ, അതേപോലെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ്, പിന്നെ ബ്രഹ്മയുഗം, DSE, ഇതൊക്കെ പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ ഒരു ടോപ്പ് നോച്ച് മേക്കിംഗ് ആണ് വരുന്നത്. അതേപോലെ സ്റ്റോറിയിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ബോൺസ്, അതേപോലെ എൻ്റർടൈൻമെൻറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഓഫ് കോഴ്സ് ആക്ടേഴ്സ്, അർജുൻ ശോകൻ, റോഷൻ മാത്യു, പിന്നെ വൈശാഖ നായർ, ഇഷാൻ ഷൗക്കത്ത്, എല്ലാവരും നല്ല മേനക്ക് പണിയെടുത്തിട്ടുണ്ട്. കാരണം ഡബ്ല്യു ബേസ്ഡ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫൈറ്റ്, അതേപോലെ ബോഡി, ഇതൊക്കെ മെയിനായിരിക്കണം. അതിന് എല്ലാത്തിനും ഇവിടെ നല്ലപോലെ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും, നമുക്ക് സ്ക്രീനിൽ കാണാനും പറ്റും. പിന്നെ ഈ ചത്താവച്ച എന്ന് പറയുന്നൊരു മൂവി അനൗൺസ്മെൻറ്റ് ചെയ്ത സമയത്ത് എനിക്ക് പേഴ്സണലി വലിയ ഹൈപ്പില്ലായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി ഈ പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടപ്പോഴാണ്, അത് പാൻ ഇന്ത്യൻ പടമാണല്ലോ, അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയത്. കാരണം നമ്മുടെ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ DQൻ്റെ വേഫെയർ ഫിലിംസ്, ഹിന്ദിയിൽ അതാണ് എന്നെ ഞെട്ടിച്ചത്. ഹിന്ദിയിൽ കരൺ ജോഹറിൻ്റെ ധർമ്മ പ്രൊഡക്ഷൻസ്, ആന്ധ്രയും തെലുങ്കാനയും മൈത്രി മൂവി മേക്കേഴ്സ്, നമ്മുടെ പുഷ്പയുടെ പ്രൊഡ്യൂസേഴ്സ്, പിന്നെ കർണാടക റീജിയൻ ആണെന്നുണ്ടെങ്കിൽ PVR ഇനോസ് കൊളാബറേഷനിലാണ് അവർ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൊട്ട് എനിക്ക് പടത്തിന് നല്ല ഹൈപ്പ് അങ്ങോട്ട് കയറാൻ തുടങ്ങി. പിന്നെ ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്തായാലും പടം നീറ്റായിരിക്കും എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അതെന്തായാലും മീറ്റ് ചെയ്തിട്ടുണ്ട് പേഴ്സണലി. ബാക്കി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടവർ കമൻറ്റിൽ അഭിപ്രായം അറിയിക്കുക. കാരണം ഇതെൻ്റെ ഫസ്റ്റ് റിവ്യൂ ആണ്, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം, സ്വാഭാവികം. അപ്പോൾ അതും അറിയിക്കണം. എനിക്കിനി മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ അത് തെറ്റുകൾ തിരുത്താനും നല്ല രീതിക്ക് അവതരിപ്പിക്കാനും പ്രയോജനപ്പെടും. പിന്നെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ പടത്തിൻ്റെ സ്റ്റോറിനെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു പുള്ളിക്കാരനെ കുറിച്ച് പറയും, അപ്പോഴേ നമ്മളൊന്ന് ത്രില്ഡ് ആവും. പിന്നെ ക്ലൈമാക്സ് ഓൾറെഡി അടുക്കുമ്പോൾ മൂപ്പര് വന്ന് പൊളിച്ചിട്ടാണ്ട് പോകും.
പേഴ്സണലി പുള്ളിയുടെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് മീറ്റർ അപ്പ് തന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പേഴ്സണലി അത് ഇച്ചിരി കുറഞ്ഞു വന്നെങ്കിലും വൃത്തിക്ക് തന്നെ കാര്യങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. വേറൊരു സ്പെഷ്യൽ അഡ്വൈസ് എനിക്ക് തരാനുള്ളത്, നല്ല വൈബ് ഓഡിയൻസ് ഉള്ള നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഓഡിയൻസിൻ്റെ അടുത്ത് വരുന്നു പടം കാണരുത്, വൈബ് കിട്ടത്തില്ല. എന്തായാലും പടം എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും കൊടുക്കുന്ന കാശിന് വെറുത്തായിട്ടുള്ളൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ എല്ലാവരും ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. നമുക്ക് അടുത്ത ദിവസം തന്നെ വേറൊരു പടം റിവ്യൂ ആയിട്ട് കാണാം. അതുവരെ